എന്ത് നല്ല സ്വപ്നമായിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നത്. എന്നെ എന്തിനാ വെറുതെ ഉണർത്തിയത്? വേഗം ഈ വെള്ളം മാറ്റാൻ നോക്ക്. ഞങ്ങൾക്ക് ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കണം. എടാ ഹണി, നീ എന്താ ചെയ്യുന്നേ? ഒരാഴ്ചയായിട്ട് ബോറടിച്ചിരിക്കുക ഞാൻ. അതുകൊണ്ട് ഒരു അക്വേറിയം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മീൻ വളർത്തലേ കുറച്ച് ടൈം പാസ് ആയിരിക്കും. അതെ മീനെ, ഞാൻ ചോദിക്കാൻ വിട്ടു, ഇതിന്റെ ക്രൗൺ എവിടെ? ക്രൗൺ? ആ അതെ, മത്സ്യം ജലത്തിന്റെ റാണിയാണെന്നാണല്ലോ പറയാറ്. വാ പെങ്ങളെ, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഇയാള് ചുമ്മാ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓ, ഇന്ന് മൊത്തം ബോറ. ഹണി, ആ ടിവിയുടെ റിമോട്ടും എടുത്തേ. എന്നെ റിമോട്ട് വെച്ച് എറിഞ്ഞല്ലേ? നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരടാ. സോദരപ്പൂ, അത് നീ തന്നെയാ? നിങ്ങളെന്താ ബോറടിച്ചിരിക്കുകയാണോ? അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ടെന്നാണ്. അഥവാ അങ്ങനെ എല്ലാം അറിയാന്നുണ്ടെങ്കിലേ ബണ്ണി ഒരു കാര്യം പറയട്ടെ, നിന്റെ കേക്ക് കഴിച്ചതേ ഈ ഞാനാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ബോറടി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ടൂർ പോകാൻ പറ്റിയ സ്ഥലമാണ് ഖലീഫ പാലസ്. 1019 കാലഘട്ടത്തിലാണ് ഈ പാലസ് നിർമ്മിച്ചത്. ഇത് മലാൽ മഹാറാണി ജാനകി ദേവി മഹാരാജാവിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള പാലസ് ആണ്. വളരെ പുരാതനമായ പാലസ് ആണിത്. ഇവിടുത്തെ പെയിന്റിങ്ങുകളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വെച്ച് ഫോട്ടോകൾ എടുത്ത് തങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേയിൽ വാൾപേപ്പർ ആയിട്ട് പോലും ഇടാറുണ്ട്. ഈ കാണുന്നത് മഹാറാണി ജാനകി ദേവിയുടെ സിംഹാസനം. സെൽഫി എടുക്കാൻ പറ്റിയ മനോഹരമായ ഫ്ലോട്ടാണിത്. അപ്പോ ഇനി എന്താണ് വൈകുന്നത്? ഇന്ന് തന്നെ വരൂ ഖലീഫ പാലസിലേക്ക്. ഇവിടുത്തെ ബീച്ചുകൾ വളരെയേറെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെടും. ഖലീഫ പാലസിൽ നിന്നും ജനീഫ് മിഖാരി. ഇവിടേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകണം. എന്നാ പിന്നെ നമുക്ക് കാറിൽ പോയാലോ? ഈവനിങ്ങിന് മേഡം തിരിച്ചു വരുമ്പോ നമുക്കും തിരിച്ചെത്താം. കൊച്ചലിയ, എനിക്കും ഈ പാലസിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. കൊട്ടാരത്തിൽ പോയി അവിടുത്തെ രാജാവായി വാഴും ഞാൻ. ആഹാ, എന്താ ഒരു സുഖം! അവിടെ നിന്ന് കഴിച്ചാലും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ. നീ ഇവിടെ കിടന്ന് സൂക്കിയാണല്ലേ? ഇങ്ങോട്ട് മാറാ. ഈ രാജകീയ ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചോളാം. കൊച്ചളിയ, എന്താ എന്നെ മറന്നുപോയല്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ ഇവിടെ ആണെങ്കിൽ പിന്നെ കാർ ആരാ ഓടിക്കുന്നേ? കാലമാണോ? അതാ ഒരു വണ്ടി വരുന്നു, നോക്കടാ. എടാ, ഇത് റെഡ് സിഗ്നൽ ആണല്ലോ. നീ വണ്ടി നിർത്ത്. ഈ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ. സൂക്ഷിച്ചു പോടാ. ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കുന്നേ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണോടാ റൈറ്റിലേക്ക് പോന്നേ? എടാ, റൈറ്റ് കാണിച്ച് ലെഫ്റ്റിലോട്ട് പോടാ. ഒന്ന് പുറകോട്ട് നോക്ക്. വണ്ടികളൊക്കെ പാമ്പിനെ പോലെ കിടക്കുന്നത്. സംശയമുണ്ടോ? അയ്യോ, വഴിന്ന് മാറി നിൽക്ക്. കാറിന്റെ ബ്രേക്ക് പോയി. വല്ലാത്തൊരിടപാടായി പോയി. നടക്കുന്നവന്മാരുടെ കൂടെ നടന്ന് ഞാൻ പറക്കുന്ന കാര്യം തന്നെ മറന്നുപോയി. അല്ലെങ്കിലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഇനി അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സംശയമുണ്ടോ?
അതാ മുന്നിൽ മാപ്പുണ്ട്. അത് നോക്കിയിട്ട് അവിടേക്ക് എങ്ങനെ പോണമെന്ന് പറയാ. കടലിന്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റോ? ലെഫ്റ്റ് 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 ലെഫ്റ്റ്. അവധിക്കാലത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ വേണ്ടി അല്ല വന്നത്. യാ റൈറ്റ്. ഓക്കെ റൈറ്റ്. ലെഫ്റ്റ് ആയിരുന്നു. ഞാൻ പോക്കറ്റിനോട് റൈറ്റ് എന്ന് പറഞ്ഞേ. ആ മാപ്പിങ് താ, ഞാൻ നന്നായിട്ട് നോക്കാം. എടാ ഇത് വേൾഡ് മാപ്പാണെന്ന്. അപ്പൊ ഇതാണോ ഇവൻ കടലിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞേ? മാര കഴുത. മുമ്പിൽ മതിലാണ്. ഈ ബ്രേക്ക് വർക്കാവുന്നില്ല. ബണ്ണി, ഈ വണ്ടി എങ്ങോട്ടായി പോകുന്നത്? മേഡത്തിന്റെ ഈ വണ്ടി നമ്മളെയും കൊണ്ട് എങ്ങോട്ടായി പോകുന്നേ? ബണ്ണി, ഇത് നമ്മുടെ അവസാനത്തെ ദിവസം എന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? എടാ സോർദാറെ, ഒന്ന് ബ്രേക്ക് പിടിക്ക്. എന്താ ഇത്? ബ്രേക്ക് ബ്രേക്ക് പിടിക്കുന്നത്? ഏതാ ഈ സ്ഥലം? അയ്യോ, നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നേ? ഇവിടെയാണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല. അതേ ചേട്ടാ, സമയം എന്തായെന്ന് പറയാമോ? ഇവരൊക്കെ ആരാ? ഇവരേതിലാ കയറി ഇരിക്കുന്നേ? എന്റെ ചേട്ടാ, സമയം എന്ന് പറയാമോ? സൂര്യന്റെ ദിശ ഏകദേശം ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3 മണിയെങ്കിലും ആവും. ഹൈ, ഇയാൾക്ക് എന്താ വട്ടി പിടിച്ചോ? ചുമ്മാ മുകളിലോട്ട് കൈപൊക്കിയാണല്ലോ സമയം പറയുന്നേ. വാ, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഇവര് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എവിടെന്നാണാവോ? അയ്യോ, അല്ല, ഇതെന്താ പോയേ? അയ്യോ, എന്താ ഈ ഓടിപ്പോകുന്നത്? ഇവിടെ പഴയ സാധനങ്ങൾ മാത്രമേ ഉള്ളല്ലോ. രാജ്യം വികസനത്തിൽ പുറകോട്ടാ പോകുന്നതെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്. ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. അയ്യോ, അയാള് ബോധം കെട്ട് വീണല്ലോ. അതെ ചേട്ടാ, എണീക്ക്. അങ്കിളെ, ഈ വഴി എങ്ങോട്ടേക്കാ പോകുന്നേ? ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും പിന്നെ ഇവിടുന്ന് മുകളിലോട്ടും പിന്നെ താഴേക്കും പിന്നെ ഗ്രാമത്തിലേക്കും പോവാം. ഓ, ഈ ചേട്ടൻ എവിടെയോ തിരക്കിട്ട് പോവായിരുന്നു എന്നാ തോന്നുന്നത്. എപ്പോഴെങ്കിലും തിരക്കില്ലാതെ സമാധാനത്തോടെ കാണുമ്പോ പറഞ്ഞു തന്നാ മതി. ഞാൻ വേഗം പറഞ്ഞ് ശീലിച്ചു പോയി. ആദ്യം ഇടത്തോട്ട് പിന്നെ വലത്തോട്ട് പിന്നെ മുകളിലോട്ട്. ശരി, അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ ഖലീഫ മഹൽ എവിടെയാണ്? ഇവിടെ ഒരു പാലസ് ഉണ്ട്, ചിന്തേശ്വർ മഹാരാജന്റെ പാലസ്. മഹാരാജ വിജയിക്കട്ടെ. അല്ല, ഇയാളാരാണ്? ചിലപ്പോ ഖലീഫ പാലസിന്റെ സിഇഒ ആയിരിക്കും. താങ്ക് യു. പോകാം, വേറെ ആരോടെങ്കിലും ചോദിക്കാം. എന്റെ അമ്മോ, എന്ത് സാധനം ഇത്? അതിന്റെ മുമ്പ് ഒന്നുമല്ല. നീ നിന്റെ ജോലി ചെയ്യാൻ നോക്കേ. എന്റെ അമ്മോ, ഇതെന്താ ഇത്? വല്ലാത്തൊരു സാധനം തന്നെയാണല്ലോ. രാജാവിനോട് പറയേണ്ടി വരുമല്ലോ. ചേടാ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വല്ലാത്ത ഒരു സ്ഥലം തന്നെ. ജോർദാറെ, ദേ അവിടെ ഒരു കട കാണുന്നുണ്ട്. വണ്ടി അവിടെ ഒന്ന് ചവിട്ടിക്കേ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്കിളെ, ഒരു കൂൾ ഡ്രിങ്ക്സ് ഒരു പിസയും എടുത്തോ. പിസയോ? കൂൾ ഡ്രിങ്ക്സോ? തരാൻ ഇത്രയും വൈകിയാലേ കൂൾ ഡ്രിങ്ക്സ് ചിലപ്പോ ഹോട്ട് ഡ്രിങ്ക്സ് ആയിട്ട് മാറും. സംശയമുണ്ടോ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് കടക്കാരനോട് നേരിട്ട് ചോദിച്ചുകൂടെ? എന്റെ അമ്മോ, ഇപ്പൊ താനാരാ? ഈ നാട്ടുകാരൻ തന്നെയാ. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. ഓ, ഇതിനേക്കാളും കൂടുതൽ സമയമാണ് നമ്മൾ വീട്ടിൽ വേസ്റ്റ് ചെയ്തത്. ഇയാള് സ്വന്തം മോനെ മോനേന്ന് വിളിച്ച് തീരുമ്പോഴേക്കും അവൻ വളർന്ന് അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കും. സംശയമുണ്ടോ? ഒന്ന് മാറി നിക്കണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സും പിന്നെ പിസയും വേണം.
നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. ഒരുത്തനോടെ വേഗത്തിൽ സംസാരിക്കുന്നു, ഇവിടെ വലിച്ചും. ഇയാൾക്കാണെങ്കിൽ പറയുന്നൊന്നും മനസ്സിലാവുന്നുമില്ല. നമ്മളിവിടെ കറങ്ങാൻ വന്നാണോ അതോ ഇതൊക്കെ കേട്ട് തല കറങ്ങാൻ വന്നാണോ? സംശയമുണ്ടോ? വല്ലാതെ വിശക്കുന്നുണ്ട്. ആ ലഡു എടുത്ത് കഴിച്ചാലോ? അതെ ചേട്ടാ, ഒരു ലഡു തന്നെ. കൂട്ടുകാരെ, ഇതിൽ നിന്നൊരു പലഹാരം തന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരെണ്ണം എടുക്ക. ആ കാളവണ്ടി ഓടിക്കുന്ന നിന്റെ അനിയനില്ലേ, അവൻ വേഗത്തിൽ സംസാരിക്കുന്ന മനഃപൂർവ്വ. കാരണം നീ സ്വത്തിനെ കുറിച്ച് ചോദിച്ച അവനത് വേഗത്തിൽ നിന്നോട് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല. സത്യമാണ് പറയുന്നേ. അതെന്നെ. എന്നാ ഇപ്പൊ കാണിക്കാം. അത് ശരി. അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? സ്വത്ത് മുഴുവനും നിനക്ക് അടിച്ചു മാറ്റണോ? എന്താ? അല്ല, അങ്ങനെയൊന്നുമില്ല. അയ്യോ ചേട്ടാ, ചേട്ടാ എന്നെ തല്ലുന്നേ. അയ്യോ അയ്യോ. നിനക്ക് ഞാൻ സ്വത്തിന്റെ ഒരു തരി പോലും അങ്ങോട്ട് തരില്ല. എന്റെ മുതലാളിയെ തല്ലുന്നോ? ദാ പിടിച്ചോ. എന്തായാലും നിങ്ങളുടെ അടി നടക്കട്ടെ. ഞാൻ കുറച്ചുകൂടി പലഹാരം എടുത്തോണ്ട് പോവാ. ചേട്ടനിയന്മാരെ തമ്മിൽ തല്ലിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഇവനെയൊക്കെ മുക്കാലി കെട്ടി ചാട്ടവാറിനടിക്കണം. സംശയമുണ്ടോ? ഇനി നിന്നെ കാണുമ്പോ വേഗത്തിൽ സംസാരിച്ചോണ്ടല്ലോ, നിന്റെ വായി പല്ലുണ്ടാവില്ല. അല്ല പിന്നെ 1020. എന്താ ചേട്ടാ, ചേട്ടന്റെ കയ്യിലുള്ളത് പഴയ കാലണ്ടർ ആണല്ലോ. അയ്യോ, ഇത് പഴയതൊന്നും അല്ല. അടുത്ത വർഷത്തേക്കുള്ളത് ഞാൻ ഇപ്പോഴും അങ്ങോട്ട് വാങ്ങിയതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1020ലേക്കാണ് വന്നിരിക്കുന്നത്. 1000 വർഷം പുറകിലോ? ഞാനിത് ആദ്യമേ പറഞ്ഞതാ. വാട്ടർ പമ്പിന്റെ കാലത്ത് സ്ത്രീകള് കുടത്തിൽ വെള്ളം കൊണ്ട് പോകുന്നു. വല്ലാത്തൊരു തല്ലായി പോയേ. ഇതിപ്പോ കാലം പുരോഗമിച്ച് പുറകിലോട്ടാണല്ലോ പോയേ. ദേ അങ്ങോട്ട് നോക്കൂ പ്രഭു, അവരാണ് ചാരന്മാർ. ഒരു പ്രത്യേകതരം വാഹനത്തിലാ അവരിവിടെ എത്തിയത്. പ്രത്യേകതരം വാഹനോ? അതും നമ്മുടെ ഈ രാജ്യത്തോ? ഭടന്മാരെ വേഗം വരൂ, നമുക്ക് യുവമാരെ പിടിച്ച് ചിന്തേശ്വർ മഹാരാജാവിന്റെ അടുത്തെത്തിക്കാം. ഇവർ പിണ്ടേശ്വരന്റെ ചാരന്മാരാണ്. അവിടെ ഒരെണ്ണം പോലും അനങ്ങി പോരുത്. നിങ്ങളെ ഞങ്ങൾ വളഞ്ഞിരിക്കുക. അല്ല, ഞങ്ങളെ ബന്ദികളാക്കുന്നതിന് നിങ്ങൾ എന്തിനാ വെറുതെ വളഞ്ഞിരിക്കുന്നേ? കൂട്ടുകാരെ, നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നേ. ആക്രമിക്കൂ. ഇവിടുന്ന് ഓടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. സംശയമുണ്ടോ? അയ്യോ അമ്മേ, അയ്യോ. എടാ ഹണി, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? പോപ്പട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുന്ന് ഓടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹണി, നീ വണ്ടിയിലോട്ട് കയറ്, നമുക്ക് ഒരുമിച്ച് പോകാം. എടാ, ബ്രേക്ക് ഡാൻസ് കളിച്ചത് മതി, അല്ലെങ്കിൽ ചിലപ്പോ ഇവര് നമ്മളെ ബ്രേക്ക് ചെയ്ത് കളയും. വഴിന്ന് മാറി നിൽക്ക്. വണ്ടി റൈറ്റിലേക്ക് വിട്. അയ്യോ, യുവമാര് എങ്ങോട്ട് പോയി? പിടിക്കവന്മാരെ. ഇവന്മാരെ നമുക്കൊന്ന് ചുറ്റിച്ചാലോ? അല്ല, യുവമാരിത് എങ്ങോട്ട് പോയി? ഞാൻ പിടിച്ചേ.
അയ്യോ നിങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്നെയാ, അവരെ പോയി പിടി. ഹണി, സൂക്ഷിച്ച്. ചോടിക്ക്. നിങ്ങൾ ആരും എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ കറങ്ങാൻ നമ്മൾ 4 അല്ല 5 പേരുണ്ടാകുമെന്ന്. അഞ്ചല്ല 6 ഉണ്ട്. ഇവന്മാരെ വീഴ്ത്താൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ പണി പാളി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാരെ എന്തുമാത്രം എന്നെ ഓടിച്ചു. ഇതേ ഓട്ടം ഞാൻ ആകാശത്ത് കൂടി ഓടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ചന്ദ്രനിലെത്തിയേനെ. നടക്ക് ചിന്തേശ്വർ മഹാരാജാവിന്റെ അടുത്തേക്ക്. ഇവന്മാരെ വേഗം ബന്ദികളാക്ക്. ഞങ്ങളെ ബന്ദികളാക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? ഞങ്ങളിങ്ങനെ ബന്ദികളാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ലാഭമുള്ളത്? ഈ പറഞ്ഞത് ശരിയാണല്ലോ. നിന്റെ സംസാരം കേട്ടിട്ട് എന്നെ പോലെ ഉണ്ട്. എന്നാലും വാ ചിന്തേശ്വർ മഹാരാജാവിന്റെ അടുത്തേക്ക് പോവാം. മഹാരാജാവ് വരാറായി. എല്ലാ സഭാവാസികളും ശ്രദ്ധിക്കുക. മഹാരാജൻ രാജാതിരാജൻ പിണ്ടേശ്വർ മഹാരാജാവ് എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ. മഹാരാജൻ, ഈ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്? വയലിൽ നിന്ന് വരുമല്ലേ? എന്റെ ലോട്ട ഉടക്കി. മഹാരാജാവ് വീണാൽ മരിക്കട്ടെ. എന്ത്? അല്ല, ജയിക്കട്ടെ ജയിക്കട്ടെ. ഒരു അബദ്ധം പറ്റിപ്പോയി പ്രഭു. താങ്കൾ എന്താണത്ര അതായത്? എന്തരായതാണ് പ്രഭു? അല്ല, അതായത് അങ്ങനെ പറയാറില്ലേ? മറ്റേ നമ്മുടെ നേരത്തെ വരാത്തതിന് എന്താ പറയാറില്ലേ? ആ പണം. അയ്യോ അല്ല, നമ്മൾ വരുന്നതിനും വന്നതിന് ശേഷം പറയുന്ന ഒരു കാര്യമില്ലേ? ബോധമാണോ? വൈകി വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അയ്യോ അനിയ, നീ ഇങ്ങനെ ദയവീത് വാറക്കല്ലേ, ഇല്ലെങ്കിൽ ഞാനിവിടെ ബോധം കെട്ട് വീഴും. മഹാരാജൻ, നമ്മുടെ രാജ്യത്തേക്ക് അകത്തു നിന്നും ആരും വന്നിട്ടുണ്ട്. അല്ല, പുറത്തു നിന്ന് അവര് വന്നത്. അവരുടെ കയ്യിൽ 4 ചക്ര വാഹനമുണ്ട്. 4 ചക്ര വാഹനോ? ഇങ്ങനെ ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ വാഹനം മഹാരാജാവിന് ഭാഗ്യം കൊണ്ടുവരും. ഓഹോ, ആ വാഹനം അങ്ങയുടെ സ്വന്തമാക്കണം. അങ്ങ് ഇപ്പൊ ഉപയോഗിക്കുന്ന ആ കുതിരയ്ക്കുണ്ടല്ലോ, ആകെ 2 കാല് മാത്രമല്ലേ ഉള്ളൂ. ഇവൻ നടക്കുമ്പോ ഉണ്ടല്ലോ എന്തോ ഡാൻസ് കളിക്കുന്നത് പോലെയാ തോന്നുന്നതൊക്കെ. എവിടെയാണ് ആ വാഹനം? അങ്ങയുടെ പ്രിയ സഹോദരനും ആ ജന്മശത്രുവുമായ ചിന്തേശ്വർ മഹാരാജാവിന്റെ അടുത്താണ്. ചിന്തേശ്വരോ? ഞാൻ അവരുടെ മന്ത്രിയോട് പറയുകയും ചെയ്തു. അതായത് ഈ വാഹനം നമ്മുടെ മഹാരാജാവ് പിണ്ടേശന്റെ കയ്യിലുള്ളതായിരിക്കും നല്ലതെന്ന്. അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് കേട്ടവര് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ അവിടുത്തെ പടന്റെ വെപ്പ് വല്ലളയി പോയി. ഇത്രയ്ക്ക് ധിക്കാരമോ? അതെ, തീർച്ചയായും. എനിക്കും വേണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ചിരിക്കാമായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ നന്ദികേട് കാണിക്കില്ല പ്രഭു. അവർക്കങ്ങനെ ഒട്ടും പേടിയില്ല. അവരെ ഒരു പാഠം പഠിപ്പിക്കണം പ്രഭു. ഈ പിണ്ടേശ്വർ ഇതിനുള്ള തക്കതായ മറുപടി നൽകിയിരിക്കും. സഹോദരന്മാര് തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇതെവിടുന്നാ ഈ ശബ്ദം വരുന്നത്? എല്ലാ സഭാവാസികളും ശ്രദ്ധിക്കുക. രാജാതിരാജൻ ചിന്തേശ്വർ മഹാരാജാവ് എഴുന്നള്ളുകയാണ്.
അല്ല ഇത് എന്തിന്റെ ശബ്ദമാണ്? ചന്തയിൽ നിന്നും വരുന്ന വഴിയാ ഒരു സഞ്ചി കാലിൽ കുടുങ്ങിയതാ. നിങ്ങളൊക്കെ ആരാ? പോപ്പട്ടെന്നാ എന്റെ പേര്. ആരാ ഈ പേരിട്ടത്? ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്തത്? ഞാൻ അന്ന് ചെറുതായിരുന്നില്ലേ? അതെന്താ ചെറുതായി പോയത്? വലുതായിട്ട് ജനിച്ചുകൂടായിരുന്നോ? ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോ എല്ലാവരും ചെറുതായിരിക്കും. സംശയമുണ്ടോ? ആനയുടെ കുട്ടി എങ്ങനെയാണെങ്കിൽ വലുതാണല്ലോ. എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ നല്ല അടി വെച്ച് തരും. ഓ സോറി സോറി. അങ്ങനെ നെറ്റ് കണക്ഷൻ എടുത്താൽ മാത്രം മതി, എല്ലാത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് കിട്ടും മഹാരാജൻ. ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു തെറ്റ് പറ്റിപ്പോയതാ, അങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്ക്. ചിന്തേശ്വർ മഹാരാജാവ് പരാജയപ്പെടട്ടെ. പരാജയമോ? അല്ല പിന്നെ ജയിക്കട്ടെ ജയിക്കട്ടെ. അറിയാതെ വായിന്ന് വീണു പോയതാണേ. സോറി, എന്റെ വായിന്ന് അറിയാതെ വീണു പോയതാണ്. വായിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കും. മഹാരാജൻ, എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഈ വാഹനം സ്വന്തമാക്കാൻ പിണ്ടേശം ഏത് സമയത്തും ഇവിടേക്ക് ഒരു ആക്രമണം നടത്തും. എന്ത്? എന്നോട് ഏറ്റുമുട്ടാൻ മാത്രം അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഇതിനുള്ള മറുപടി നാം തീർച്ചയായും കൊടുത്തിരിക്കും. ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റിയ അവസരം. നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ. അവരെ കൊണ്ട് അവരെ തന്നെ നോക്കാൻ കഴിയുന്നില്ല, പിന്നെയല്ലേ അമൂല്യമായ ഈ വാഹനം. അതാ അവന്മാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിടിക്കവന്മാരെ. മണി, എന്റെ വാലിന് തീ പിടിച്ചടാ. ഓടിക്കോ. എടാ, ഇത് കുളിക്കാൻ പറ്റിയ സമയമല്ല. ഒന്ന് വേഗം ഓടാൻ നോക്കി. വേഗം താഴേക്ക് ഇരിക്കുക. ആ പൊട്ട നമ്മളെ കണ്ടില്ല. ഇവന്മാരിത് എവിടെ പോയി? അവന്മാരിതേ ഇവിടെ എവിടെയെങ്കിലും കാണും. വാ, നമുക്കിതാ ഇതിന്റെ അകത്ത് കയറി ഒളിക്കാം. അല്ല, ഇതെന്താ പറ്റിയത്? താഴെ മുഴുവൻ ചെളിയാ. നമ്മൾ തീർച്ചയായും രക്ഷപ്പെടും. ഇവിടെ വലിയ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കൊച്ചളിയ. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്, പിന്നെ ഒരു ഫാനും ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ചെളിയിലല്ല, പാമ്പിന്റെ പുറത്താണെന്നാ. അയ്യോ, വിടറാ എന്റെ കൂട്ടുകാരനെ. ശരി, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. വിടറാ എന്റെ കൂട്ടുകാരനെ. വിടാനാ പറഞ്ഞേ, വിടാൻ. വിടാ. അയ്യോ, ഹലോ, എന്തൊക്കെയുണ്ട് മേഡം വിശേഷങ്ങൾ?
എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, എല്ലാരും എന്റെ കൂടെ വാ. നീ നാക്കൊണ്ട് കൊഞ്ഞനം കുത്തുന്നോ? ഞാനും കൊഞ്ഞനം കുത്തി കാണിക്കും. എടാ കഴുതേ, മിണ്ടാതിരിക്കെ, വേഗം ഓട്. ചിന്തേശ്വര രാജാവ് നമ്മുടെ കാറ് തട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി മേഡത്തിനോട് നമ്മൾ എന്ത് പറയും? ഓഹോ, അപ്പൊ ഇവരാണ് അപരിചിതർ. വരൂ, ഇവരെ ബന്ദികളാക്കാം. രാജാവിനെ കൊണ്ട് കാർ ഓടിക്കാൻ കഴിയുകയില്ല. അതെന്താ? ഓ, രാജാവ് ഇതുവരെ ലൈസൻസ് എടുത്തില്ലേ? കാരണം കീ എന്റെ കയ്യിലാണല്ലോ. അല്ല, ചേട്ടൻ എന്തിനെങ്ങനെ കിടന്ന് കരയുന്നേ? അയ്യോ, ഞാൻ കരഞ്ഞതല്ല, സന്തോഷിച്ചതാണ്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും ബന്ദികളാക്കി മാറ്റും. എനിക്ക് തോന്നുന്നത് ഇവിടെ ബന്ദിയും ചമ്മന്തിയൊക്കെ കുറവാണെന്നാ. ഇനി അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ബന്ദിയാക്കുന്നത്. നമ്മൾ വീണ്ടും കുടുങ്ങൂന്ന് തോന്നുന്നു. വേഗം ഓടിക്കോ. പിടിക്കവരെ. എന്നെ അല്ലടാ മണ്ടന്മാരെ, അവരെ പിടിക്കാൻ. എന്താടാ നിനക്കൊന്നും കണ്ണു കണ്ടൂടെ? എടാ, ആ പ്രാന്തന്മാർ നമ്മുടെ പറയാനുണ്ട്. എനിക്കിനി പറക്കാൻ വയ്യ. എടാ വിട്ടികളെ, നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കണോടാ. ചെല്ലേ, പോയി അവന്മാരെ പിടിക്കാൻ നോക്ക്. അയ്യോ, ആ മരത്തിൽ വള്ളിയുണ്ട്, ചാടിക്കേറാം. നിക്ക് ബണ്ണി, ഞാൻ വള്ളി എറിഞ്ഞു തരാം, അതിൽ നീ പിടിച്ചോ. അയ്യോ, വള്ളിക്കിതേ പല്ലുണ്ട്. അമ്മോ, ഇത് പാമ്പാണ്. അത് പാമ്പായിരുന്നു. ഇനി എന്റെ വീട്ടിൽ വന്നു പോരുത്. എന്റെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാണ്. നിൽക്കോടെ, നമുക്ക് വഴി മാറിപ്പോയെന്നാ തോന്നുന്നത്. വേഗം തിരിച്ചു പോ. ആരും ഒന്നും മിണ്ടരുത്. എന്നെ ഉറുമ്പ് കടിച്ചേ രമീ. ഓ, ഇനി നിങ്ങൾക്ക് കടിക്ക് പകർന്നല്ലേ ഇടി കിട്ടും. പിണ്ടേശ്വർ മഹാരാജാവിന്റെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ചാരന്മാരല്ലേ നിങ്ങൾ. വേഗം നടക്ക് പിണ്ടേശ്വർ മഹാരാജന്റെ അടുത്തേക്ക്. അത് ശരി, അപ്പൊ നിങ്ങളാണല്ലേ? അതായത് അതും കൊണ്ട് വന്നിരിക്കുന്നത്. എന്ത് കറങ്ങാനുള്ള മൂടോ? അതായത് വേഗത്തിൽ പോവില്ലേ? കാറ്റ്. അല്ല, നമ്മൾ കയറി ഇരിക്കാറില്ലേ? ഇരിക്കുന്നത്. അതിന് കസേര താങ്കൾക്കുണ്ടല്ലോ. ഇനി എത്ര കസേര വേണം? അല്ല, നിങ്ങൾ വന്ന ഒരു സാധനം ഇല്ലേ? താങ്കൾ ഉദ്ദേശിച്ചത് ചിന്തേശ്വർ മഹാരാജാവിന്റെ അടുത്തായിരിക്കും ഉള്ളത്. മഹാരാജാവ് പറഞ്ഞത് ആ വാഹനത്തിന്റെ കാര്യമാണ്. ചിന്തേശ്വർ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അനിയനെ പുകഴ്ത്തി പറയാം. ചിലപ്പോ അദ്ദേഹത്തിന് സന്തോഷം തോന്നിയിട്ട് എന്നെ വിട്ടയച്ചാലോ? അത് മഹാനായ ശ്രീ ശ്രീ ചിന്തേശ്വർ മഹാരാജാവിന്റെ കയ്യിലാണുള്ളത്. താങ്കളുടെ അനിയൻ വലിയൊരു വീരനാണ്. അദ്ദേഹത്തോട് ആര് ഏറ്റുമുട്ടിയാലും അവരൊക്കെ തോറ്റുപോകും. മണ്ടന്മാര് മാത്രമേ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുള്ളൂ. മഹാന്മാരിൽ മഹാനാണ് അങ്ങയുടെ സഹോദരൻ. പറയൂ ചിന്തേശ്വർ മഹാരാജാവ്. ജയിക്കട്ടെ. പോകരുത്, മിണ്ടരുത്. ക്ഷമിച്ചാലും പ്രഭു. തോൽക്കട്ടെ, തോൽക്കട്ടെ. അറിയാതെ വായിന്ന് വീണു പോയതാണ് പ്രഭു. പക്ഷെ ഇവരറിയാതെ പറഞ്ഞതല്ല. ഇവരെ അതിലിടൂ. വണ്ടിയിലോ? അല്ലേ ജയിലിൽ. സഹോദരനെ പുകഴ്ത്തി പറഞ്ഞതിന് ജയിലിലിട്ടു. അവർ സഹോദരങ്ങളല്ല, ഇപ്പൊ വലിയ ശത്രുക്കളാണ്. അതൊരു വലിയ കഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ 1000 വർഷം പുറകിലാണ്. താൻ ഇനിയും പിന്നോട്ടാക്കുകയാണോ? എന്തായാലും ആ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഇവര് സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ചേട്ടാ, എനിക്കത് വാങ്ങിത്തരാമോ? ആ തണുത്തിരിക്കുന്നത്. അതെന്താ? അതായത് നല്ല മധുരമുള്ള ശർക്കരയാണോ? അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കാറില്ലേ? ഓ, തണുത്ത ശർക്കര. അയ്യോ അല്ല, അതായത് അത് തണുപ്പിച്ച് വിൽക്കാറില്ലേ? ഓ, നീ ഉദ്ദേശിച്ചത് കുൽഫിയാണോ? അതെ അതെ, അത് തന്നെ. എനിക്കിപ്പോ കുൽഫി വേണം. ശരി, ഞാൻ ഇപ്പൊ വാങ്ങിത്തരാം. അത് ഞാൻ ആദ്യമേ വാങ്ങണമെന്ന് വിചാരിച്ചതാ. ഈ ഇരിക്കുന്ന കുൽഫി അല്ല, എനിക്ക് എന്നേക്ക് വേഗം.
ഇതിനുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരാം. ദാ ഇപ്പൊ തന്നെ എടുത്തു തരാം. ആ മരമാക്രി സഹോദരനെ കുൽഫി എങ്ങനെ കൊടുക്കും നോക്കട്ടെ. ആളെ കണ്ടിട്ട് വലിയ സമ്പന്നനാണെന്ന് തോന്നുന്നു. എല്ലാ കുൽഫിയും വാങ്ങിച്ചു. ഇന്ന് ഏതായാലും കച്ചവടം പൊടി പഠിച്ചിട്ടുണ്ട്. 4 സ്വർണ്ണ നാണയം തന്ന ഞാൻ നിങ്ങളുടെ ഭാവി എന്താണെന്ന് പ്രവചിക്കാം. എനിക്ക് കുൽഫി വേണം 2 എണ്ണം. ഒന്ന് എനിക്ക് വേണ്ടിയും മറ്റേത് എന്റെ അനിയന് വേണ്ടിയുമാണ്. കുൽഫിയൊന്നും ബാക്കിയില്ലല്ലോ മോനെ. ഒരു വലിയ ധനികൻ വന്ന് ഉണ്ടായിരുന്ന കുൽഫിയൊക്കെ വാങ്ങിച്ചു പോയി. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. പോട്ടെ. ഞാൻ എന്റെ ദിവ്യദൃഷ്ടിയിൽ കാണുന്ന കാര്യമാണ് പറയുന്നത്. ഇന്ന് നിനക്ക് കുൽഫി കഴിക്കാൻ സാധിക്കില്ല. ദേ അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കുൽഫിയും കഴിച്ചു. എന്നിട്ട് നിന്നോട് പറയും എല്ലാ കുൽഫിയും തീർന്നു പോയെന്ന്. അവൻ കൊണ്ടുവരും. എനിക്ക് അവനിൽ അതുണ്ട്. ദേഷ്യമാണോ? അല്ല, വിശ്വാസം. ചേട്ടാ, കുൽഫി എവിടെ? ആ കടയിൽ ഉണ്ടായിരുന്ന കുൽഫി എല്ലാം തീർന്നു പോയി. നീ എല്ലാ കുൽഫി എടുത്ത് കഴിച്ചിട്ട് എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? അതായത് ഇദ്ദേഹം പറഞ്ഞതപ്പോ ശരിയാ? അല്ല, എന്നെ എന്തിനാ അടിച്ചത് ഇപ്പോ? എന്നെ എന്തിനാ അടിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നേ? ഇനി ഒരിക്കലും നീ എന്റെ കൺമുന്നിൽ വന്നു പോകരുത്. ഇന്നു മുതൽ ഞാൻ നീ കട്ടിയാ. എന്നാ ഞാനും കട്ടിയാ, മിണ്ടൂല. 4 സ്വർണ്ണ നാണയം തന്ന ഇവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതിനുശേഷം രാജാവിന് മുൻഷിയെ ഭയങ്കര വിശ്വാസമാണ്. രാജാവ് കഴിക്കുന്ന ഭക്ഷണം പോലും ആദ്യം മുൻഷിക്ക് കൊടുത്തതിന് ശേഷമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അയാള് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് രാജാവിനോട് പറയാത്തത്? കാരണം ഇത് ചുമ്മാ ചെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കണമെന്നില്ല. അതാണ് കാര്യം. അല്ല, അതെന്താ വിശ്വസിക്കാൻ പ്രയാസം? പറഞ്ഞാലേ വിശ്വസിക്കാതെ ഉള്ളൂ. കാണിച്ചു കൊടുത്ത വിശ്വസിക്കില്ലേ? സഹോദരനെ പുകഴ്ത്തി പറഞ്ഞതിന് ജയിലിലിട്ടു. അവർ സഹോദരങ്ങളല്ല, ഇപ്പൊ വലിയ ശത്രുക്കളാണ്. അതൊരു വലിയ കഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അല്ലെങ്കിലേ ഞങ്ങളിപ്പോ 1000 വർഷം പുറകോട്ടാണ്. താൻ അതിനെയും പിന്നോട്ടാക്കുകയാണോ? അല്ല, ഇതെന്ത് സൂത്രമാണ്? ഇത് മൊബൈലാണ്. ഇതില് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്ങോ? എങ്കിൽ ഇത് വെച്ചാ മുൻഷിയെ ജയിലിലടക്കാൻ പറ്റും. കൂടാതെ അയാളെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അറിയാനും പറ്റും. അടിപൊളി. നീ ആള് കൊള്ളാലോ ഹണി. ഇന്നേതായാലും നിന്റെ ദിവസം തന്നെയാ. കുറെ വർഷം പുറകോട്ടായപ്പോഴാ നിന്റെ ബുദ്ധി വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായത്. എന്നാ ഞാൻ ഈ വീഡിയോ ഇന്റർനെറ്റിൽ ഇടട്ടെ ഇപ്പോ? എടാ പൊട്ട, ഇത് 1020-ാം വർഷമാ. നിന്റെ കൊച്ചച്ച കൊണ്ടുവച്ചിട്ടുണ്ടോ ഇവിടെ മൊബൈൽ ടവർ? ഈ ഫോൺ ഉപയോഗിച്ച് മുൻഷിയുടെ കള്ളി നമുക്ക് വിളിച്ച് താക്കാം. എടി, ഒരു കാര്യം പറയട്ടെ. ഇന്ന് കൊട്ടാരത്തിൽ നല്ല രസമായിരുന്നു. എന്താ ഉണ്ടായ പറ. ദാ പിടിച്ചോ പപ്പട്ടെ. ഈ ക്യാമറയിൽ നീ വേണം റെക്കോർഡ് ചെയ്യാൻ. ഇത് എന്നെ കൊണ്ട് പൊക്കാനൊന്നും പറ്റില്ല. ഇതാണെങ്കിൽ എന്നെക്കാളും വലിയൊരു ഫോണാ. 2020-ൽ ജീവിക്കുന്ന ഞാൻ 1020-ൽ എന്തായാലും ചാവാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ പോപ്പട്ടെ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. നീ വിഷമിക്കണ്ട. വാ, എഴുന്നേൽക്ക്. എന്നാ ശരി. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടണം. എവിടെയെങ്കിലും വല്ല പിഴവ് സംഭവിച്ചാൽ നമുക്ക് മുട്ടം പണി കിട്ടും. ഇന്നൊരു നല്ല സദ്യ തന്നെ ഉണ്ടായിക്കോ. ഒരുപാട് പണം കിട്ടാൻ പോവുകയാ. ഇന്ന് നിങ്ങൾ ആരെയാ വിഡ്ഢിയാക്കിയത്? ആ കഴുത പിണ്ടേശ്വരനെയാണോ അതോ പോത്തിന്റെ ബുദ്ധിയുള്ള ചിന്തേശ്വരനെയാണോ? ഇന്ന് ഒന്നിനും കൊള്ളാത്തൊരു വാഹനത്തിന്റെ പേരും പറഞ്ഞ് 2 പേർക്കും ഇടയിൽ കൂടുതൽ ശത്രുതയുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. യുവമാർ 2 തമ്മിൽ തല്ലുന്നത് കൊണ്ട് നമുക്ക് വാർദ്ധക്യ പെൻഷന്റെ ആവശ്യം പോലും വരില്ല. സാരില്ല, നമുക്ക് ഒരിക്കൽ കൂടി റെക്കോർഡ് ചെയ്യാം. അല്ല, നീ എന്താ വല്ല ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ പോണോ? എല്ലാം ആയില്ലേ? ആരാ അവിടെ? എനിക്ക് ആ റെക്കോർഡ് ചെയ്തതൊക്കെ ഒന്ന് കാണണം. ദാ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ സോറി, ഇതില് വീഡിയോ റെക്കോർഡ് ആയിട്ടേ ഇല്ല. എന്താ? ഇല്ലില്ലേ, റെക്കോർഡ് ആയിട്ടുണ്ട്. പക്ഷെ മൊബൈൽ ഓഫായി പോയായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ ചാർജർ ഉണ്ട്. പക്ഷെ 1019-ലാണെങ്കിൽ കറണ്ട് പോലും ഇല്ലല്ലോ. പക്ഷെ എന്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട്. പക്ഷെ അതിന്റെ ബാറ്ററി ചാർജും തീർന്നിരിക്കുകയാണ്.
അല്ല ഇതിന് എന്തെങ്കിലും ഒരു നടപടിയാവോ ഇന്ന്? വേഗം അത് ശരിയാക്കാൻ നോക്കണ പോട്ടാ. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വർഷങ്ങൾ മാത്രമേ പുറകോട്ട് പോയുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈ മണ്ടന്റെ മണ്ടത്തരങ്ങൾക്ക് ഒരു കുറവുമില്ല. നീ എന്ന് നന്നാവൂടാ ഹണി. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാം? ശരി, നമ്മുടെ കാർ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുക? അതെ, നിങ്ങൾക്ക് ആ ഗുൾഫിക്കാരൻ ഇപ്പോഴും പരിചയമുണ്ടോ? ആ ഉണ്ട്, പക്ഷെ അയാളിപ്പോ വല്ലാതൊക്കെ വയസ്സായിരിക്കുകയാണ്. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ചേട്ടാനിയന്മാരെ കൊണ്ട് മല കയറ്റിക്കാം. കൂടാതെ രണ്ടുപേരെയും പഴയതുപോലെ ഒരുമിപ്പിക്കാം. മാത്രവുമല്ല, ശത്രുത മറന്ന് സ്നേഹിക്കാൻ നമുക്ക് അവരെ പഠിപ്പിക്കാം. ഗുൽഫേശ്വര, നിങ്ങൾ ആ ഗുൽഫിക്കാരനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്ക്. ഓ, നിങ്ങളൊക്കെ പറക്കാതെ എങ്ങനെയാ ഇത്രയും ദൂരം നടക്കുന്നത്? നടന്നു നടന്ന് എന്റെ കാലിന്റെ ഉപ്പൂറ്റി തേഞ്ഞു പോയി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ കയ്യിൽ നിന്നും അത് മേടിക്കാൻ. അതായത് അത് ഇവരുടേതാണ്. എന്ത് സൗഹൃദോ? പക്ഷെ അത് നിനക്കെന്തിനാണ്? അതായത് നിന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് എന്റെ കയ്യിലില്ല. എന്ത് ധൈര്യമോ? പക്ഷെ നിനക്കെന്തിനാണ് ധൈര്യം? 21-ാം നൂറ്റാണ്ടായി, ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല. ദൈവമേ, ഒരു തലവേദനയ്ക്കുള്ള ഗുളിക ഞാൻ ഇനി എവിടെ പോയി വാങ്ങും? ഇദ്ദേഹം വാഹനത്തിന്റെ കാര്യമോ പറയുന്നത്? മഹാരാജാവേ, നിനക്കെന്താ പറയാണെന്ന് വെച്ചാ ഇപ്പൊ പറഞ്ഞു. അല്ലെങ്കിൽ ഇതുങ്ങള് വീണ്ടും കുറെ വർഷത്തേക്ക് കട്ടിന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കും. ഒരേ ഒരു മിനിറ്റ്. ഞങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു മല കയറാനുള്ള മത്സരം തുടങ്ങാൻ പോവാ. ആരാണോ മലയിൽ ആദ്യം കയറുന്നത് അവർക്ക് വാഹനം സ്വന്തമാക്കാം. ഞങ്ങൾക്ക് സമ്മതമാണ്. കാർ ഞങ്ങളുടേതാണ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഞങ്ങളും പങ്കെടുക്കും. മഹാരാജൻ, അങ്ങ് ആ വാഹനത്തിലിരുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയുണ്ടാവും. അങ്ങ് ആ വാഹനം സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ ചിന്തേശ്വരനെ കൊണ്ട് ആ വാഹനം കഴുകി വൃത്തിയാക്കിക്കണം. അപ്പോ വാഹനവും അങ്ങയുടെ സ്വന്തമാകും. അങ്ങയുടെ അനുജൻ അങ്ങയുടെ വേലക്കാരനായിട്ട് മാറും മഹാരാജൻ. ഞാനാരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഈ രണ്ട് മണ്ടന്മാരും ഏറ്റുമുട്ടുന്നതിനനുസരിച്ച് എന്റെ കീശ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കുടം ഞാനിപ്പോ താഴത്തിട്ട് ഉടയ്ക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ മല കയറാനുള്ള മത്സരം തുടങ്ങാം. എന്നാൽ മത്സരം തുടങ്ങാൻ പോവുകയാണ്. എല്ലാരും ശ്രദ്ധിക്കൂ. എന്നാ തുടങ്ങാം. അയ്യോ, ഇവന്മാർ നേരെ അങ്ങ് കേറുകയാണല്ലോ. ഞാനും അങ്ങനെ തന്നെ കേറാൻ പോവാ. കയറുതന്നെ ഇല്ല. എങ്ങനെയുണ്ടെന്ന് പറയൂ പോപ്പാറ്റ്. ദേ നോക്കി, ഞാൻ എന്തുമാത്രം മുകളിലെത്തുന്നു നിങ്ങൾ കണ്ടോ? ഏറ്റവും ആദ്യം മുകളിൽ ഞാൻ തന്നെ എത്തും. നീ എന്റെ സഹോദരനാണ്. നിന്നെ ഞാൻ ആപത്തിൽ വിടില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. നമുക്കുള്ളിൽ സ്നേഹമുണ്ട്, ഐക്യമുണ്ട്. സത്യത്തിൽ എന്തുമാത്രം സ്നേഹമാണ് ഇവർക്കിടയിലുള്ളത്. അയ്യോ, ഇതിനിടയ്ക്ക് ഞാൻ മല കയറാൻ അങ്ങ് മറന്നുപോയല്ലോ. അയ്യോ, മഹാരാജാവേ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്നെ വിട്. കൊച്ചളിയന്റെ കൈയിങ്ങിതാ. ഞാൻ നിന്നെ മുകളിലേക്ക് വലിക്കാം. അത് പിന്നെ അത് വലിയളിയാ. ഒരുമിച്ച് നിന്നാ ജയിക്കാൻ സാധിക്കും. നമ്മൾ ഇവരെ പോലെ അല്ലല്ലോ. നമുക്കിടയിൽ സ്നേഹമുണ്ട്, ഐക്യവും ഉണ്ട്. കൊള്ളാം കൊള്ളാം, പിണ്ടേശ്വർ മഹാരാജാവ് വിജയിക്കട്ടെ.
ചിന്തേശ്വർ മഹാരാജാവ് വിജയിക്കട്ടെ. ചിന്തേശ്വർ മഹാരാജാവ് വിജയിക്കട്ടെ. ചിന്തേശ്വർ മഹാരാജാവ് വിജയിക്കട്ടെ. ബണ്ണി ഞാനിതാ എത്തിപ്പോയി. ഇനിയായിരിക്കും യഥാർത്ഥ കളി. ഇവിടെ നിന്ന് ഒന്നും തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താണ് നടക്കുന്നതെന്ന് മോളിൽ പോയി നോക്കിയിട്ട് വരാം. ചിന്തേശ്വർ മഹാരാജ്, ദേ താങ്കളുടെ അനിയൻ. അനിയ ചേട്ടൻ ചിലപ്പോ താഴെ വീഴും, പിന്നെ ഹൊയ്യ ഹൊയ്യ നായി പോവും. മുകളിലേക്ക് വലിക്ക് വേഗം. നാണാവുന്നില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഒരു കുൽഫിക്ക് വേണ്ടിയല്ലേ തലപിടിച്ചേ? അതൊക്കെ എന്റെ അനിയനെ കണ്ടുപിടിക്കേ. ഞാൻ ദിവസവും ഫ്രിഡ്ജിൽ നിന്ന് ഇവന്റെ ഐസ്ക്രീം എടുത്ത് കട്ട് തിന്നാറുണ്ട്, എന്നിട്ട് പോലും ഇവനൊന്നും പറയാറില്ല. അതെ, അതെനിക്ക് അറിയാം. കാരണം അങ്ങനെയുള്ള ഒരു തോന്നിയാസം നീ മാത്രമേ ചെയ്യൂ. പക്ഷേ ഈ കുൽഫിയുടെ കഥ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് സത്യത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ആ പഴയ കുൽഫി കച്ചവടക്കാരനോടാ. മഹാരാജാവ് തിരുമനസിന്റെ മക്കളെ, ആ മുൻഷിയാണെന്ന് എല്ലാ കുൽഫികളും വാങ്ങിച്ച് അതിന്റെ പേരിൽ നിങ്ങളെ തമ്മിലടുപ്പിച്ചത്. അന്ന് അയാള് പറഞ്ഞത് ഈ കുൽഫി എല്ലാം എനിക്ക് തന്നേക്ക് വേഗം. ഇപ്പൊ തരാം. ആ മരമാക്രി അനിയനിന് കുൽഫി എങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് എനിക്ക് അറിയണം. ഇതുവരെ ആ കുൽഫിയുടെ പണം എനിക്ക് ഇയാള് തന്നിട്ടില്ല. അന്ന് ഇയാള് കാരണം എനിക്ക് 100 രൂപയുടെ കുൽഫികളാണ് നഷ്ടപ്പെട്ടത്, അറിയോ? പിടിച്ചോ 100 രൂപ. ഇനി ഇപ്പൊ അതോർത്ത് വിഷമിക്കണമെന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തടി കേടാവും. അയ്യോ, ഇതൊക്കെ എന്താണാവോ? അല്ല, ഇത് എങ്ങനെ ഓടിക്കും? രക്ഷപ്പെട്ടു. അല്ലേ, ഈ വാഹനം എന്താ പുറകോട്ട് പോകുന്നത്? അയ്യോ മുൻഷിദ, അതും കൊണ്ട് പോയി. അതായത് സ്പീഡിൽ ഓടിക്കുന്നത് ഞാനാ. അല്ല, അത് പിന്നെ നമ്മുടെ ചെവിയുടെ അടുത്തുകൂടി സൂ സൂ എന്ന് പറഞ്ഞു പോവാറില്ലേ? കൊതുകാണോ? അല്ല, അതായത് പറഞ്ഞ് കഷ്ടപ്പെടണ്ട. എന്താ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ, ആ മുൻഷി കാർ അടിച്ചോണ്ട് പോവാൻ നോക്കുക. മഹാരാജൻ വരൂ, നമുക്ക് പോവാം. അങ്ങയുടെ ഉത്തരവ് പോലെ. ചേട്ടാ, നമ്മളെ ഒരുമിച്ചാണ് പറഞ്ഞത്. അതെ പൊന്നനിയ. ആ മുൻഷിയെ വിടരുത്. മുൻഷി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിടരുതവനെ. വിടടാ പൂച്ചേ, നിനക്കുള്ള പണി ഇപ്പൊ തരാം.
അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എങ്ങനെ നല്ല രസമുണ്ടോ? ഹണി എന്ത് സംഭവിച്ചാലും വിടരുതവനെ. ആണോ? എന്നാ പിന്നെ ഇന്നാ പിടിച്ചോ. അങ്ങനെ ഞാനിവിടെ വിടില്ല. അല്ല, ഇവര് പോയില്ലേ? അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇതെടുത്ത് പുറത്ത് വലിച്ചെറിയാം. ആർക്കും എന്നെ തടയാനാകില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നേ? മുൻഷിയെ പിടിക്കാനാണെങ്കിൽ വേഗം വാ. നമുക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ടല്ലേ ഹണി കാറിന്റെ പെട്രോൾ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാർ നിന്നുപോയത്. അവനെ വേഗം പിടിക്ക്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. തെറ്റല്ല എന്റെ ഭാഗത്താ. വേഗം നടക്കണോ കൊട്ടാരത്തിലേക്ക്. ഇനി തന്റെ താമസം ജയിലില്ല. ഈ കാറിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റുമുട്ടിയത്. കൂടാതെ ഇപ്പതാ ഒന്നിക്കുകയും ചെയ്തു. ഈ കാർ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. അടിപൊളി. ഞങ്ങളുടെ കാർ ഞങ്ങൾക്ക് തന്നെ സമ്മാനമായിട്ട് തരികയാണോ? ഓ, താങ്കളുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. ഏത് വഴിക്ക് ഞങ്ങൾ വന്നുവോ ആ വഴി തന്നെ തിരിച്ചു പൊയ്ക്കൊള്ളാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ ഒന്നിപ്പിച്ചു. അത് ഞങ്ങളുടെ കടമയാ മഹാരാജൻ. ഒന്ന് ഓർക്കണം, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തമ്മിലടിക്കരുത്. എന്ത് ചെയ്യണതിന് മുമ്പ് ചിന്തിക്കണം. അഥവാ ഇവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വഴക്ക് കൂടായിരുന്നോ? ഇവർ എന്നെക്കാളും വലിയ കഴുതകളാണ്.